ഹായ് ഓൾ. ഇറാനെ പറ്റി തന്നെയാണ്. ഇറാനെ പറ്റി പറയുമ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇറാനിൽ വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുന്നു എന്നുള്ള വാർത്തകളാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരുന്നത്. സോഷ്യൽ മീഡിയ ആയാലും അല്ലെങ്കിൽ മറ്റു വാർത്താ മാധ്യമങ്ങളായാലും മുഖ്യധാരാ മാധ്യമങ്ങളായാലും മൊത്തം ഇറാനിൽ വലിയ ആഭ്യന്തര സംഘർഷം നടക്കുന്നു, ഭരണം അട്ടിമറിയാൻ പോകുന്നു എന്നുള്ള നിലക്കുള്ള വാർത്തകളാണ്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇറാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ ഈ വാർത്താ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന സോഴ്സ് എന്നുള്ളത് അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയും ഇസ്രായേലും ബന്ധപ്പെട്ട അവിടുത്തെ വാർത്താ ഏജൻസികൾ കൊടുക്കുന്ന വാർത്തകളാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ കൊടുക്കാറുള്ളത്. പരമ്പരാഗതമായി ഇതേ ശൈലിയാണ് അവർ പിന്തുടർന്നു പോരുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കയും ഇസ്രായേലും ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ് ഇറാനുമായി ബന്ധപ്പെട്ട് ലോകമെമ്പാടും പ്രചരിക്കുന്നുള്ളത്. യഥാർത്ഥത്തിൽ ഇറാനിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് സാധാരണ പ്രതിഷേധങ്ങളാണ്. അത്ര വലിയ അതിനിടയിൽ അക്രമസക്തമായ നടപടികൾ പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം അവിടുത്തെ ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമേനി തന്നെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയും ഇതിനു പിന്നിൽ അമേരിക്കയും ഇസ്രായേലുമാണെന്ന് പറയുകയും ഞങ്ങളുടെ ഭരണം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് ഇവിടെ നടക്കുന്നത് എന്നും പ്രക്ഷോഭകാരികളുടെ അക്രമ പ്രവർത്തനങ്ങളെ തടയുമെന്നും അതിന് പൊതുസമൂഹവും രാജ്യത്തെ ഭരണ സംവിധാനങ്ങളും പ്രവർത്തിക്കുമെന്നും അലി ഖമേനി പറഞ്ഞിട്ടുണ്ട്. അഥവാ ഇറാനുമായി ബന്ധപ്പെട്ട ഈ സംഘർഷങ്ങളിൽ മൊസാദിന്റെയും അമേരിക്കയുടെ ഏജൻസികളുടെയും പിന്തുണ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ തന്നെ നേരത്തെയുള്ള ഷാ പഹ്ലവിയുടെ പിൻഗാമികളെ ഭരണത്തിലേറ്റാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. എന്നാൽ ഇറാനിൽ പ്രതിഷേധത്തിലുള്ള ഒരാൾക്ക് പോലും അത്തരം ഒരു അഭിപ്രായമില്ല. അവിടുത്തെ ജനത പ്രതിഷേധിക്കുന്നത് അവരുടെ ജീവൽ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അതല്ലാതെ ഈ ഷാ പഹ്ലവിയുടെ പിൻഗാമികളെ വീണ്ടും അധികാരത്തിൽ കുടിയിരുത്താൻ വേണ്ടിയുള്ള പ്രതിഷേധങ്ങളല്ല. മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവാനുള്ള സാമ്പത്തിക പ്രതിസന്ധികൾക്കുള്ള മുഖ്യ കാരണം എന്നുള്ളത് ഈ അന്താരാഷ്ട്ര ഉപരോധമാണ്. അഥവാ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നേതൃത്വത്തിൽ നടക്കുന്ന ഉപരോധങ്ങൾ, അതിന് പിന്തുണ നൽകുന്ന യൂറോപ്യനിലെ പ്രമുഖമായ രാജ്യങ്ങളുടെ നിലപാടുകളാണ് യഥാർത്ഥത്തിൽ ഇറാനിൽ ഇത്രയും വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഉപരോധം എന്ന് ചോദിച്ചാൽ, അമേരിക്കയും ഇസ്രായേലും പറയുന്ന രീതിയിൽ പ്രവർത്തിക്കാതെ സ്വന്തം നിലക്ക് ആണവായുധം അടക്കം ശേഖരിക്കാനുള്ള ഇറാന്റെ ശ്രമങ്ങൾ, അഥവാ ആണവ ശാക്തീകരണം, യുറേനിയം സമ്പുഷ്ടീകരണം അടക്കം നടത്താനുള്ള ഇറാന്റെ ശ്രമങ്ങൾ, ആ ശ്രമങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവരെ ഈ ഉപരോധത്തിലേക്ക് നയിച്ചിട്ടുള്ളത്. പക്ഷേ അവിടുത്തെ ജനത ഈ ഉപരോധം മറികടക്കണമെങ്കിൽ യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തലാക്കണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിക്കുന്നില്ല. നമ്മൾക്ക് യുറേനിയം സമ്പുഷ്ടീകരണം ആവശ്യമില്ല, ഇറാൻ ജനത അത്തരം ഒരു ആവശ്യമേ ഭരണകൂടത്തോട് പറയുന്നില്ല. പകരം അവിടുത്തെ ജീവൽ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നുള്ള ഒരു നിലപാട്. അതല്ലാതെ ആക്രമണ പ്രവർത്തനങ്ങൾ വ്യാപകമായി നടക്കുന്നുണ്ട്. മസ്ജിദുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാവുന്നുണ്ട്. അതല്ലാതെ മറ്റുള്ള തെരുവിൽ വലിയ രീതിയിലുള്ള കലാപങ്ങൾ നടത്താനുള്ള ശ്രമങ്ങളും അവിടെ നടക്കുന്നുണ്ട്. അത് അവിടുത്തെ ബന്ധപ്പെട്ട അധികാര ഏജൻസികൾ അതിനെ നേരിടുന്നുമുണ്ട്. അങ്ങനെ മരണസംഖ്യ ഉയരുന്നതൊക്കെ അതിന്റെ ഭാഗമാണ്. ഏതായാലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിലുള്ള ഉപരോധങ്ങൾ മറികടക്കാൻ വേണ്ടി ഈ ആണവ സമ്പുഷ്ടീകരണത്തിൽ നിന്നും നിലവിലുള്ള ഭരണകൂടം പിന്നോട്ട് പോകണമെന്നുള്ള ഒരു ആവശ്യവും അവിടുത്തെ ജനതയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുന്നില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടത്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇറാനിലെ ജനങ്ങൾ എന്നുള്ളത്, ഇറാനിലെ ഓരോ വീടുകളും രാഷ്ട്രീയപരമായി ചിന്തിക്കുകയും രാഷ്ട്രീയപരമായ ചർച്ചകൾ നടത്തുകയും രാഷ്ട്രീയപരമായ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ജനതയുമാണ്. അഥവാ 1975 ഈ ഇസ്ലാമിക റവല്യൂഷന് ശേഷം, ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം പുതിയ ഭരണകൂടം അധികാരത്തിലേറിയതും അതിനെ തുടർന്ന് രാജ്യം പുതിയ വഴികൾ വെട്ടിത്തുറന്നതും സ്വയം ശാസ്ത്രയത്വം നേടിക്കൊണ്ട് ഈ അന്താരാഷ്ട്ര പ്രമുഖമായ ലോകം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ശക്തികളിൽ നിന്നും വിഭിന്നമായി പുതിയൊരു ശൃംഖല ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് യഥാർത്ഥത്തിൽ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഉത്തമ ബോധ്യം അവിടുത്തെ ജനതയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പക്ഷേ പുതുതലമുറയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യങ്ങൾ മറ്റൊരു തലത്തിലാണ് പോകുന്നുള്ളത്. ഇങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങൾ അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ഈ ഒരു സ്ഥിതിഗതികൾ വിശദമായി പരിശോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, ഇറാനിലെ ഈ പറയപ്പെടുന്ന പോലെയുള്ള വലിയ ആഭ്യന്തര സംഘർഷങ്ങളൊന്നുമില്ല. നിലവിൽ അവിടെ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് എന്ന് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ പ്രതിഷേധങ്ങളെ മറ്റൊരു തരത്തിൽ അക്രമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആളുകളെ, മൊസാദിന്റെ ഏജന്റുമാരെയൊക്കെ അവിടുത്തെ ബന്ധപ്പെട്ട ഏജൻസികളും അവിടുത്തെ സംവിധാനങ്ങളും അറസ്റ്റ് ചെയ്യുകയും നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്.
ഇതാണ് അവിടുത്തെ യാഥാർത്ഥ്യം എന്നുള്ളത്. മറ്റൊന്ന്, ഇസ്രായേലും ഇറാനെ ആക്രമിച്ചുകൊണ്ട് ഇസ്രായേലിന് യഥാർത്ഥത്തിൽ ഇറാൻ ഒരു ഭീഷണിയാണ്. അത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുമ്പോൾ കഴിഞ്ഞ 12 ദിനം യുദ്ധമാണ് അതിൻ്റെ യഥാർത്ഥ കാരണം എന്നുള്ളത്. കാരണം ഗസയിൽ വളരെ വലിയ ഫലസ്തീനിൽ വളരെ വലിയ അധിനിവേശങ്ങളും ക്രൂരതകളും ഇസ്രായേൽ നടത്തുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാനുള്ള ശേഷി ലോകത്തെ ഒരു രാജ്യത്തിനും ഉണ്ടായിരുന്നില്ല. അഥവാ ഏതെങ്കിലും രീതിയിൽ ഇസ്രായേലിനെ അതിൽ നിന്നും തടയാനുള്ള കെൽപ്പ് ലോകത്തുള്ള രാജ്യങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, ഇത്രയും വലിയ അതിക്രമം, ഇത്രയും വലിയ ക്രൂരത ഗസയിലും അതുപോലെ തന്നെ ഫലസ്തീനിലും നടമാടിയിട്ടും അതിനെതിരെയുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ പല രാജ്യങ്ങൾക്കും കഴിഞ്ഞിട്ടില്ല. ആ ഒരു സമയത്താണ് ഇറാൻ അവരുടേതായ കാരണങ്ങൾ കൊണ്ട് വളരെ വലിയ ആക്രമണം ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടിട്ടുള്ളത്. ബാലിസ്റ്റിക് മിസൈൽ അടക്കം അവരുടെ ആക്രമണ കുന്തമുനകൾ ഇസ്രായേലിന് നേരെ ചലിപ്പിച്ചു വിട്ടിട്ടുള്ളത്. അത് വളരെ വലിയ അപകടങ്ങൾ ഇസ്രായേലിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇറാന്റെ മിസൈലുകൾ ഇസ്രായേലിനകത്ത് ഏത് നിമിഷവും പതിപ്പിക്കാൻ കഴിയുന്ന അവരുടെ റഡാർ സംവിധാനങ്ങളെ പോലും ഇല്ലാതാക്കിക്കൊണ്ട് ലക്ഷ്യം നേടിയെടുക്കാൻ കഴിയുന്ന മിസൈലുകൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. നിലവിൽ അവരുടെ ശക്തി കൂട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ തന്നെ രാഷ്ട്രീയ പിന്തുണ നൽകുമെന്നുള്ള റഷ്യയുടെയും ചൈനയുടെയും നിലപാടും നമ്മൾ ഈ ഒരു സമയത്ത് കേട്ടിട്ടുണ്ട്. ഈ നിലക്ക് നോക്കുമ്പോൾ ഇസ്രായേലിനെതിരെ ഇനിയൊരു യുദ്ധമുണ്ടായാൽ അത് തീർച്ചയായും ഇസ്രായേലിന് കൂടുതൽ അപകടകരമാവുന്ന കാര്യമായിട്ട് മാറും. അത് നന്നായിട്ട് അറിയാവുന്നത് അമേരിക്കയ്ക്കും ഇസ്രായേലിനുമാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ അവിടുത്തെ ഭരണപ്രതിസന്ധി ഉണ്ടാക്കി അവിടെ ജനങ്ങൾക്കിടയിൽ വളരെ വലിയ രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തി, അല്ലെങ്കിൽ അവിടുത്തെ ജനതയെ അവിടുത്തെ നിലവിലുള്ള ഭരണകൂടത്തിനെതിരെ സ്വയം സ്വാശ്രയത്വം നേടിയെടുത്ത സ്വന്തം നിലക്ക് ഉപരോധങ്ങളെ മറികടന്നുകൊണ്ട് പൂർണ്ണമായിട്ടും ഒരു യുദ്ധമടക്കം ഇസ്രായേലിനെയും അമേരിക്കയും നേരിടാൻ കഴിയുന്ന ഒരു കെൽപ്പായി നിൽക്കുന്ന രീതിയിൽ ഇറാൻ വളരുന്നുള്ളത് ഈ രണ്ട് ശക്തികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസമുണ്ടാക്കുന്നതാണ്. ഇസ്രായേലും അവരുടെ ഏറ്റവും ഭീഷണിയായിട്ടാണ് ഇറാനെ കാണുന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ നിലവിലുള്ള ഭരണകൂടം മാറി മറ്റൊരു ഭരണകൂടം വരണം എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോകത്തുള്ള പല ഏകാധിപത്യ രാജ്യങ്ങളെയും ഇവർ പിന്തുണക്കുന്നുണ്ട്. അമേരിക്കയും ഇസ്രായേലും പല ഏകാധിപത്യ രാജ്യങ്ങളെ പിന്തുണക്കുന്നുണ്ട്. പല അക്രമകാരികളായ ഭരണകൂടങ്ങളെ പിന്തുണക്കുന്നുണ്ട്. അവിടെയൊന്നും ജനാധിപത്യം ഇല്ല എന്നുള്ള വാദമൊന്നും ഇവർക്കില്ല. അവിടെയൊന്നും ജനാധിപത്യം വരണമെന്നുള്ള ഒരു വാദം ഇവർക്കില്ല. പക്ഷേ ഇറാനിൽ മാത്രം എന്താണ് ഇങ്ങനെ? ഇറാനിൽ അവിടെ ജനാധിപത്യമുണ്ട്. അത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം അവിടെ ബാക്കിയാവുന്നുണ്ട്. അവിടെ മറ്റൊരു സംവിധാനമാണ് പ്രവർത്തിക്കുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ രണ്ട് സ്ഥാനാർത്ഥികളും രണ്ട് പാർട്ടികളും തമ്മിൽ ഏറ്റുമുട്ടുന്നതാണ്. ഇന്ത്യയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളാണ് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നത്, അല്ലാതെ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങളുമല്ല. അങ്ങനെ വ്യത്യസ്തമായ ഒരു ജനാധിപത്യ ശൈലി ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അവിടെ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാറുണ്ട്, പ്രസിഡന്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാറുണ്ട്. പക്ഷേ ആ പ്രസിഡന്റ് നോമിനേഷൻ ഒക്കെ വരുമ്പോൾ അതിന് അംഗീകാരം നൽകേണ്ട സംവിധാനം എന്നുള്ളത് അത് അവിടുത്തെ പരമോന്നത ഗാർഡിയൻ സഭയാണ്, ഗാർഡിയൻ കൗൺസിലാണ്. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ അവിടെയുമുണ്ട്. അത് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ പൗരന്മാരെ ഏത് രീതിയിലാണ് ഒരു ഭരണകൂടം കൈകാര്യം ചെയ്യുന്നത് എന്നും തങ്ങളുടെ പൗരന്മാരോട് ഏത് രീതിയിലാണ് പെരുമാറുന്നത് എന്നുള്ളതും ആ രാജ്യത്ത് നിലവിലുള്ള അവസ്ഥയിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ജനങ്ങൾക്ക് ഉണ്ടാക്കുന്നുണ്ടോ ഭരണകൂടം എന്നുള്ളതാണ് ലോകം ശ്രദ്ധിക്കേണ്ടതും ലോകം മനസ്സിലാക്കേണ്ടതുമായ ഒരു കാര്യം. അത്തരത്തിൽ നോക്കുമ്പോൾ ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും പല രീതിയിലുള്ള പ്രതിഷേധങ്ങളുണ്ട്. ഫ്രാൻസിൽ പ്രതിഷേധം നടക്കുന്നുണ്ട്, UK പ്രതിഷേധം നടക്കുന്നുണ്ട്, നമ്മളുടെ ഇന്ത്യയിൽ പോലും പലപ്പോഴും പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. CANRC പോലെയുള്ള വലിയ സമരങ്ങൾ ഇന്ത്യ രാജ്യത്തും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള സമരങ്ങൾ ഇറാനിലും ഉണ്ടാവുന്നുണ്ട്. അതിനപ്പുറം അവിടെ വളരെ വലിയ ജനാധിപത്യ വിരുദ്ധതയുണ്ട്. അവിടെ വലിയ അവിടുത്തെ ജനങ്ങൾക്കാർക്കും നിലവിലുള്ള ഭരണകൂടത്തിൽ വിശ്വാസമില്ല, ഭരണകൂടത്തെ പിന്തുണക്കുന്നില്ല എന്നുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് അത് വ്യാജമാണ്. അത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും അവരുടെ അജണ്ടകൾക്കനുസരിച്ചിട്ടുള്ള അവരുടെ പദ്ധതികൾക്കനുസരിച്ചിട്ടുള്ള ഒരു നിലപാടാണത്. തീർച്ചയായും നിലവിലുള്ള സംഭവ വികാസങ്ങളെ മറികടക്കാൻ നിലവിലുള്ള അവിടുത്തെ ഭരണകൂടത്തിന് സാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമെന്നുള്ളത്.